Hi students, welcome back to organizational behavior. Today's topic is models of OB. Organizational behaviorന്റെ 4 മോഡലുകളാണുള്ളത്. പ്രധാനപ്പെട്ട 4 മോഡലുകൾ. അതിൽ ആദ്യത്തേതാണ് autocratic model. Then custodial. The second one is custodial model. Third one supportive model. And fourth one collegial model. These are known as models of OB. ഈ മോഡൽസ് ഓഫ് OB വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ. ഒരുവിധം എല്ലാ എക്സാംസിനും സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മോഡൽസ് ഓഫ് OB. സോ നമുക്ക് ഏതൊക്കെയാണ് ഈ മോഡൽസ് എന്നും ഓരോന്നിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോക്രാറ്റിക് മോഡൽ. ഓട്ടോക്രാറ്റിക് എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ സ്വേച്ഛാധിപതി എന്നാണ് നമ്മൾ ഈ ഒരു മോഡലിനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ മാനേജേഴ്സ് സാധാരണ സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുക. സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്യേണ്ടത് മാനേജർ പറയുന്ന പ്രകാരം മാത്രമായിരിക്കും. മാനേജർ സ്പെസിഫൈ ചെയ്യുന്ന ആ സ്പെസിഫിക്കേഷൻ മാത്രമേ സബോർഡിനേറ്റ്സിന് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അപ്പം മാനേജർ അവിടെ തൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ പവർ ഉപയോഗിച്ച് സബോർഡിനേറ്റ്സിനെ കൊണ്ട് തൻ്റെ ആജ്ഞകൾ നിറവേറ്റുന്ന ഒരു രീതിയാണ് ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ സബോർഡിനേറ്റ്സ് കീഴ് ജീവനക്കാർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡമോ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡമോ ഒന്നും കൊടുക്കാറില്ല. ഇവിടെ ഈ മാനേജർ അല്ലെങ്കിൽ ബോസിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ ഓട്ടോക്രാറ്റിക് മോഡലിൽ കാണാറുള്ളത്. ബോസ് പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓട്ടോക്രാറ്റിക് മോഡലിന്റെ പ്രത്യേകത. ഈ മോഡലിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇവിടെ എംപ്ലോയീസിനെ ജസ്റ്റ് ഒരു മെഷീൻസ് പോലെ കാണുന്നു, അല്ലെങ്കിൽ മെഷീൻസ് വർക്ക് ചെയ്യുന്ന പോലെ എംപ്ലോയീസ് വർക്ക് ചെയ്യപ്പെടുന്നു. അത് മാനേജർ അല്ലെങ്കിൽ ബോസിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിക്കുന്ന അതനുസരിച്ച് മാത്രം പറയുന്ന പോലെ മാത്രം ചെയ്യുന്ന കുറേ മെഷീൻസ് പോലെ ഇവിടെ ആൾക്കാർ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഓട്ടോക്രാറ്റിക് മോഡലിലൂടെ മാനേജർ വിചാരിക്കുന്നത്ര റിസൾട്ട് കിട്ടുന്നില്ല. എല്ലാ സമയത്തും ആ മാനേജർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്ത് കിട്ടണമെന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ്. ആദ്യമൊക്കെ ചിലപ്പോൾ കുറച്ച് റിസൾട്ട്സ് ഒക്കെ കിട്ടിയെന്നിരിക്കും, പക്ഷെ പിന്നീട് അത് ഈ വർക്കേഴ്സിൽ അല്ലെങ്കിൽ എംപ്ലോയീസിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാൻ കാരണമാക്കും. ജോലിയോടുള്ള വിരക്തി, ജോലി സ്ഥലത്തോടുള്ള ഒരു വിരക്തി, ഇതൊരു ലോങ് റണ്ണിൽ പല എംപ്ലോയീസിനും ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ടെൻഷൻ, ഇതൊക്കെ എംപ്ലോയീസിൽ കൂടുതലായിട്ടും ഇത്തരം ഓട്ടോക്രാറ്റിക് മോഡലിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെസ് മൂലം അവർക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുമുള്ള ഹെൽത്ത് പ്രോബ്ലംസും ഹെൽത്തിൻ്റെ അവസ്ഥ മോശമാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകളിൽ ഓട്ടോക്രാറ്റിക് മാനേജ്മെൻറ്റ് ഉള്ള സ്ഥലങ്ങളിൽ എംപ്ലോയീസിൻ്റെ ആബ്സെൻറ്റീസം റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ ആബ്സെൻറ്റീസം മാത്രമല്ല, ലോ മൊറൈൽ, എംപ്ലോയീസിൻ്റെ ആ വർക്കിനോടുള്ള മനോഭാവം അല്ലെ മനോവീര്യം കുറവായിരിക്കും. അതുപോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ തൊഴിൽ വിറ്റുവരവ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇതൊരു കമ്പനിയിൽ നിന്നും ഒരു പ്രത്യേക സമയത്ത് ജോലി ഉപേക്ഷിച്ച് പോകുന്ന വർക്കേഴ്സിൻ്റെ ഒരു റേഷ്യോയാണ് നമ്മൾ ഈ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ, ജോലി ഉപേക്ഷിച്ച് പോകുന്നവർ, റിസൈൻ ചെയ്തു പോകുന്നവർ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തു പോകുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ള എംപ്ലോയീസിൻ്റെ നമ്പറും ഇത്തരം ഓട്ടോക്രാറ്റിക് മോഡലിൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്തരം ഓട്ടോക്രാറ്റിക് മോഡലിൽ മാനേജ്മെൻറ്റ് വിചാരിക്കുന്നത് മാനേജ്മെൻറ്റിന് ഒരു ഓർഗനൈസേഷൻ്റെ
ഏറ്റവും നല്ലത് എന്ത് ചെയ്യണം എന്നുള്ളത്, ഏറ്റവും നല്ലത് ചെയ്യണം എന്നുള്ളത് മാനേജ്മെന്റിന് അറിയാം. അതുകൊണ്ട് എംപ്ലോയീസ് ജസ്റ്റ് മാനേജ്മെന്റ് പറയുന്ന ഓർഡറുകൾ ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് പൂർണ്ണമായിട്ടും മാനേജേഴ്സിനെ ഡിപ്പെൻഡന്റ് ആണ്, വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത്. അതായത് എല്ലാ എംപ്ലോയീസും ബോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ. സോ ഇതാണ് ഓട്ടോക്രാറ്റിക്കിന്റെ ഒരു പ്രത്യേകത. അതിന്റെ മെയിൻ വീക്ക്നെസ് ഈസ് ദ ഹൈ ഹ്യൂമൻ കോസ്റ്റ്. ഈ ലേബർ ടേൺ ഓവർ ഒക്കെ കൂടുന്നതുകൊണ്ട് ഹ്യൂമൻ കോസ്റ്റ് വളരെയധികം വരുന്നു, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് കൂടുതലാവുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആണ്. Then the second model is custodial model. Custodial model എന്ന് പറയുന്നത് എംപ്ലോയി സാറ്റിസ്ഫാക്ഷനെയും സെക്യൂരിറ്റിയും, ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുമ്പോൾ കെയർ ടേക്കർ ആണ്. അപ്പം ഈ മോഡലിന്റെ പ്രാധാന്യം ഈ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും അതുപോലെ ജോബ് സെക്യൂരിറ്റി മറ്റ് സെക്യൂരിറ്റീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ കസ്റ്റോഡിയൽ മോഡലിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ മോഡലില് ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ദ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ സെക്യൂരിറ്റി നീഡ്സും അതുപോലെ തന്നെ വെൽഫെയർ നീഡ്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു കസ്റ്റോഡിയൻ മോഡൽ എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെ കസ്റ്റോഡിയൽ മോഡൽ എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ മോഡലിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു എംപ്ലോയീസ് ഡിപ്പെൻഡൻസ് ഓൺ an organization rather than on boss. ഇപ്പോൾ ഓട്ടോക്രാറ്റിക് മോഡലിൽ എംപ്ലോയീസ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ബോസിനെ ആണെങ്കിൽ, കസ്റ്റോഡിയൽ മോഡലിൽ ഈ എംപ്ലോയീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോസിനെ അല്ല ഓർഗനൈസേഷനെയാണ്. അതാണ് ഈ കസ്റ്റോഡിയൽ മോഡലിന്റെ ഒരു പ്രത്യേകത. അതും ഓട്ടോക്രാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഓട്ടോക്രാറ്റിക്കിൽ എംപ്ലോയീസ് ബോസിനെ അല്ലെങ്കിൽ മാനേജറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓർഗനൈസേഷനെയാണ്. ഇപ്പൊ ഈ കസ്റ്റോഡിയൽ മോഡലിൽ എംപ്ലോയീസിന് സാമ്പത്തികമായിട്ട് നല്ല റിവാർഡ്സും ബെനിഫിറ്റും ഒക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് എംപ്ലോയീസ് വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഹാപ്പി അവസ്ഥയിൽ പോകുന്നതുകൊണ്ട് എംപ്ലോയീസ് വളരെ സ്ട്രോങ്ലി മോട്ടിവേറ്റഡ് ആവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അവർക്ക് കിട്ടുന്ന റിവാർഡ്, ഫിനാൻഷ്യൽ റിവാർഡിലൊക്കെ ഹാപ്പിയാണ്. പക്ഷേ അവർക്ക് ഒരു മോട്ടിവേഷൻ, ശരിയായിട്ടുള്ള മോട്ടിവേഷൻ ഈ ഒരു കസ്റ്റോഡിയൽ മോഡലിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ മോഡലിന്റെ ഒരു പ്രത്യേകതയുള്ളത്. അപ്പോൾ കസ്റ്റോഡിയൽ മോഡലിൽ ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ഒരു എംപ്ലോയിയെ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, താമസ സൗകര്യം, അല്ലെങ്കിൽ റെന്റ് കൊടുക്കുന്നുണ്ടാവും. കമ്പനി ഓർഗനൈസേഷൻ തന്നെ ഈ എംപ്ലോയിയുടെ വാടക കൊടുക്കുന്നുണ്ടാവും, അല്ലെ ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ ഫുഡ് കൊടുക്കുന്നുണ്ടാവും, കുറഞ്ഞ റേറ്റിലുള്ള ഫുഡ് ക്യാൻറ്റീനിലൂടെയൊക്കെ. അതുപോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ദ ചിൽഡ്രൻ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള സഹായങ്ങളൊക്കെ. സോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കസ്റ്റോഡിയൽ മോഡലിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു വെൽഫെയർ മെഷേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എംപ്ലോയീസ് കൂടുതലും ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഒരു കസ്റ്റോഡിയൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കസ്റ്റോഡിയൽ മോഡലില് ഈ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഹൈ ലെവലിൽ എത്തണം എന്നില്ല. അത് ചിലപ്പോൾ എത്തിയേക്കാം, പക്ഷെ അത് എല്ലാ തരത്തിലും ഹൈ ലെവൽ പെർഫോമൻസിലേക്ക് എംപ്ലോയീസ് എത്തണമെന്നില്ല. അങ്ങനെ എംപ്ലോയീസ് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ അവർ മോട്ടിവേറ്റഡ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് അതിന്റെ ഹൈ ലെവലിൽ എത്തുന്നില്ല. നെക്സ്റ്റ് മോഡൽ ഈ സപ്പോർട്ടീവ് മോഡൽ, തേർഡ് മോഡലാണ് ഒബിയുടെ സപ്പോർട്ടീവ് മോഡൽ എന്നാണ് പറയുന്നത്. ഈ ഒരു സപ്പോർട്ടീവ് മോഡലിന്റെ പ്രത്യേകത, ഈ എംപ്ലോയീസ് ഡിപ്പെൻഡ്സ് ഓൺ ലീഡർഷിപ്പ്. നേരത്തെ പറഞ്ഞ പവർ ആൻഡ് മണി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇതിന് ഉപരിയായിട്ട് ഇവിടെ ഈ മോഡൽ ഡിപ്പെൻഡ്സ് ഓൺ ലീഡർഷിപ്പിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ സപ്പോർട്ടീവ് മോഡൽസിന് ലീഡർഷിപ്പിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. എംപ്ലോയീസിന് കുറച്ചുകൂടെ, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റി എടുക്കാനുള്ള ഒരു ക്ലൈമറ്റ്
ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഈ സപ്പോർട്ടീവ് മോഡലിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് ഈ ഒരു ഓർഗനൈസേഷനിൽ ഗ്രോ ചെയ്യാനും അക്കംപ്ലിഷ് ചെയ്യാനും ഉള്ള ഒരു അവസരം ഉണ്ടെന്നുള്ളതാണ്. നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. അതായത് ഓർഗനൈസേഷണൽ ക്ലൈമറ്റിൽ ഈ ഒരു സപ്പോർട്ടീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഈ മോഡലിൽ എംപ്ലോയീസിന് ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡലിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എംപ്ലോയീസ് വിൽ ടേക്ക് കെയർ റെസ്പോൺസിബിലിറ്റി, എംപ്ലോയീസ് സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു സപ്പോർട്ടീവ് മോഡലിൽ ഉള്ളത്. അപ്പം മാനേജ്മെന്റ് എംപ്ലോയീസിന് ഈ ഒരു ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ സ്വയം ഉത്തരവാദിത്വം എടുക്കുകയും അത് ആ കമ്പനിയുടെ വളർച്ചയ്ക്കും അവരുടെ ആ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ആ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി സഹായിക്കും എന്നാണ് ഈ ഒരു സപ്പോർട്ടീവ് മോഡലിൽ സാധാരണയായിട്ട് ചിന്തിക്കുന്നത്. ഇപ്പോൾ മാനേജ്മെന്റ് എംപ്ലോയീസിനെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ എംപ്ലോയീസിന് സൈക്കോളജിക്കലായിട്ട് ഈ ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ എംപ്ലോയീസിന് ഒരു ഫീലിംഗ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ടാസ്ക് ഇൻവോൾവ്മെന്റ്, ടാസ്കുകളിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലും ഒക്കെ ഉണ്ടാക്കാൻ ഈ സപ്പോർട്ടീവ് മോഡലിനെ സഹായിക്കും. അപ്പോൾ ഈ ഓർഗനൈസേഷൻ എംപ്ലോയീസിന് ഗ്രോ ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ്. അതിലൂടെ അവരുടെ പ്രൊഡക്ഷൻ അല്ലെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സപ്പോർട്ടീവ് മോഡലിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് മാനേജീരിയൽ ലീഡർഷിപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഓട്ടോക്രാറ്റിക്കിൽ പറയുന്ന അതോറിറ്റി ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ മോഡലായിട്ടുള്ള കസ്റ്റോഡിയലിൽ പറയുന്നത് ഫുൾഫിൽമെന്റ് ഓഫ് സബോർഡിനേറ്റ് നീഡ്സ് ആയിരുന്നു. എന്നാൽ ഇതിൽ എന്താണ് ഫോക്കസ് ഓൺ മാനേജീരിയൽ ലീഡർഷിപ്പ്. അതാണ് നമ്മുടെ സപ്പോർട്ടീവ് മോഡലിന്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഈ ഒരു സപ്പോർട്ടീവ് മോഡലിൽ മാനേജേഴ്സ് ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ മാനേജേഴ്സ് മാത്രമായിട്ട് ഡിസിഷൻ എടുക്കില്ല, ഈ സബോർഡിനേറ്റ്സിനെയൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഉള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പം ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും ഈ ഒരു എംപ്ലോയീസിന് അതിൽ ആ ഡിസിഷനിൽ പങ്കുചേരാനുള്ള ഒരു അവസരം കിട്ടുന്നു. അപ്പം അതിലൂടെ തന്നെ അവരുടെ ഒരു സപ്പോർട്ട് അവർക്ക് ലഭിക്കുകയാണ്. അപ്പം ഈ സപ്പോർട്ടീവ് മോഡൽ എന്ന് പറയുന്നത് സാധാരണ വർക്ക് പ്ലേസിൽ ഈ എംപ്ലോയീസ് സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്നിടത്തൊക്കെ ഇത് വളരെ നല്ലതായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു സപ്പോർട്ടീവ് മോഡൽ വളരെ സ്യൂട്ടബിൾ ആണ്. ഈ സപ്പോർട്ടീവ് മോഡൽ എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാനേജീരിയൽ പേഴ്സണലിനാണ്. മാനേജീരിയൽ ലെവലിലും ഒക്കെയുള്ള എംപ്ലോയീസിനാണ്. അല്ലാതെ ഇത് കൂടുതലായിട്ട് ഇത് അത്ര സ്യൂട്ടബിൾ അല്ല. ഏത് ലെവലാണ്? ഓപ്പറേറ്റീവ് ലെവൽ വർക്കേഴ്സ്, അതായത് പ്രൊഡക്ഷൻ ലെവലിലുള്ള വർക്കേഴ്സിന് ഇത് അത്ര സ്യൂട്ടബിൾ അല്ല. കൂടുതലായിട്ട് സ്യൂട്ട് ആകുന്നത് മാനേജീരിയൽ ലെവലിലുള്ള എംപ്ലോയീസിനായിരിക്കും എന്നുള്ളതാണ്. Then the fourth model is collegial model. നാലാമത്തെ മോഡലാണ് കൊളീഗൽ മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡലിന്റെ ഒരു പ്രത്യേകത മാനേജറും സബോർഡിനേറ്റ്സും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ മാനേജറും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സും തമ്മിൽ നല്ല ഇന്ററാക്ഷൻ ഉണ്ട്. നല്ലൊരു ടീം ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഇന്ററാക്ഷനും ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം കൊളീഗൽ മോഡൽ എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഈ സബോർഡിനേറ്റ്സ് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ഉള്ള സ്ഥലങ്ങളിൽ ഓർഗനൈസേഷനിൽ കൊളീഗൽ മോഡൽ വളരെ സ്യൂട്ടബിൾ ആണ്. ഈ മോഡലിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റ് എംപ്ലോയീസുമായിട്ട് നല്ലൊരു ഫീലിംഗ് ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ ഒരു ഫീലിംഗ് ഈ എംപ്ലോയീസിൽ ഉണ്ടാക്കാൻ മാനേജ്മെന്റിന് കഴിയുന്നു എന്നുള്ളതാണ്. അതായത് മാനേജ്മെന്റും എംപ്ലോയീസും പാർട്ട്നേഴ്സിനെ പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ, കൊളീഗൽ അപ്രോച്ചിൽ എംപ്ലോയീസ് മാനേജറിനെ
ഒരു തങ്ങളുടെ കൂട്ടാളിയെ പോലെ കണക്കാക്കുന്നു. ഈ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് തങ്ങൾ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ തങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാനേജറിനെ കാണുന്നു എന്നുള്ളതാണ് ഈ കൊളീഗൽ മോഡലിന്റെ മറ്റൊരു പ്രത്യേകത. അതായത് മാനേജറെ ഒരു ബോസ് ആയിട്ട് മാത്രം കാണുന്നില്ല. മാനേജർ തങ്ങളുടെ കൂടെ നിന്ന് ഈ കമ്പനിക്ക് വേണ്ടി, കമ്പനിയുടെ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട്, ജോയിന്റ് കോൺട്രിബ്യൂട്ടർ, അതായത് ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് എംപ്ലോയീസ് മാനേജറിനെ കാണുന്നു എന്നുള്ളതാണ് ഈ മോഡലിന്റെ പ്രത്യേകത. അപ്പോൾ അത് തന്നെയാണ് ഈ കൊളീഗൽ മോഡൽ എന്നതിന് പേര് വരാനും കാരണം. അതായത് കൊളീഗൽ എന്ന് പറഞ്ഞു നമുക്കറിയാം, അത് കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫോം ചെയ്തിരിക്കുന്ന ബോഡി ഓഫ് പേഴ്സൺസ് ആണ് പറയുക. ഒരു ഗ്രൂപ്പ് ആൾക്കാർ കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു. അവരെയാണ് കൊളീഗ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പം കൊളീഗൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്, എ ബോഡി ഓഫ് പേഴ്സൺ ഹാവിങ് എ കോമൺ പർപ്പസ്. സോ ഇറ്റ് ഈസ് എ ടീം കൺസെപ്റ്റ്. ഇതൊരു ടീം ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ മാനേജ്മെന്റ് ഒരു കോച്ചിന്റെ റോളാണ്, ഒരു ടീമിൽ ഒരു കോച്ചിന്റെ റോളാണ് ഇവിടെ എടുക്കുന്നത്. ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു കോച്ച് ചെയ്യുന്ന പോലെ മാനേജ്മെന്റ് ഇവിടെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ കൊളീഗൽ മോഡലിന്റെ ഒരു സൈക്കോളജിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, എംപ്ലോയീസിന്റെ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. അപ്പൊ ഈ കൊളീഗൽ മോഡലില് ഇവിടെ എംപ്ലോയീസ് വളരെ എന്തൂസിയാസം പ്രകടിപ്പിക്കുന്നു. അപ്പം ഇവിടെ എംപ്ലോയീസിന് നല്ല ഉത്സാഹം, ആവേശമൊക്കെ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജോലി ചെയ്യാനൊക്കെ എംപ്ലോയീസിന് കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു കൊളീഗൽ മോഡലിന്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചാർട്ടാണ്. ഇവിടെ നമുക്ക് ഈ 4 മോഡൽസിനെയും ഡിഫറെന്റ് കോളം ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റോൾസ് ആയിട്ട് അതിന്റെ ഓരോ ഇമ്പോർട്ടൻസും എന്താണെന്നുള്ളത് റോസിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം കോളം നോക്കി, ആദ്യത്തെ കോളത്തിൽ ഇമ്പോർട്ടൻസ്, അത് എന്താണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളതും, രണ്ടാമത്തേത് ഏത് മോഡലാണ്, ഓട്ടോക്രാറ്റിക് മോഡൽ, കസ്റ്റോഡിയൽ, സപ്പോർട്ടീവ് ആൻഡ് കൊളീഗൽ. ഇങ്ങനെ 4 മോഡൽസിനെ നമുക്കിവിടെ ഹെഡിങ് ആയിട്ട് കാണാം. അപ്പൊ എന്താണ് അതിന്റെ റോൾ, അല്ലെങ്കിൽ ഇവിടെ ആദ്യത്തേത് നോക്കി, മോഡൽ ഡിപ്പെൻഡ്സ് ഓൺ. ഓട്ടോക്രാറ്റിക് മോഡല് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്, പവറാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. കസ്റ്റോഡിയൽ മോഡലിലോ ഇക്കണോമിക് റിസോഴ്സ്. മൂന്നാമത്തെ സപ്പോർട്ടീവ് മോഡലിൽ ലീഡർഷിപ്പ് ആണ്. അതുപോലെ കൊളീഗൽ മോഡലിൽ മോഡൽ ഡിപ്പെൻഡ്സ് ഓൺ പാർട്ട്ണർഷിപ്പ്. ഇതൊക്കെ നമ്മൾ ഇപ്പം പഠിച്ചു തന്നെയാണ്. അതായത് ഓട്ടോക്രാറ്റിക്കിൽ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, രണ്ടാമത്തേത് ഇക്കണോമിക് റിസോഴ്സസ്, മൂന്നാമത്തേത് സപ്പോർട്ടീവ് ലീഡർഷിപ്പിൽ, അല്ലെ സപ്പോർട്ടീവിൽ ലീഡർഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കൊളീഗലിൽ പാർട്ട്ണർഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് മാനേജീരിയൽ ഓറിയന്റേഷൻ. എന്താണ്, ഓട്ടോക്രാറ്റിക്കിൽ അതോറിറ്റി ആണ്, രണ്ടാമത്തേതിൽ കസ്റ്റോഡിയൽ മണി, സപ്പോർട്ടീവില് സപ്പോർട്ട്, കൊളീഗലില് ടീം വർക്ക്. ഇതാണ് മാനേജീരിയൽ ഓറിയന്റേഷൻ ആയിട്ട് വരുന്നത്. എംപ്ലോയീസ് ഓറിയന്റേഷൻ നോക്കി, എംപ്ലോയി ഓറിയന്റേഷൻ ഓട്ടോക്രാറ്റിക്കിലോ ഒബീഡിയൻസ് ആണ്, ബോസ് പറയുന്ന അനുസരിക്കുന്നു. ബോസ് ഇവിടെ അതോറിറ്റി എടുക്കുന്നു, എംപ്ലോയി ഇവിടെ ഒബീഡിയൻസ് അനുസരിക്കുന്നു. ഇവിടെ മോഡല് പവറാണ്. കസ്റ്റോഡിയനിൽ നോക്കി എക്കണോമിക് റിസോഴ്സസ്, അതായത് ഒരു കസ്റ്റോഡിയൻ ആയിട്ട് ഓർഗനൈസേഷൻ ആക്ട് ചെയ്യുന്നു. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ, വേണ്ട ബാക്കി നമ്മൾ കണ്ടു റെന്റ്, അതുപോലെ തന്നെ ഹോം അലവൻസ്, അതുപോലെ തന്നെ മറ്റ് ഫുഡ്, സബ്സിഡൈസ്ഡ് ഫുഡ്, അന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. അപ്പം മണി ആണ് ഇവിടെ മാനേജീരിയൽ ഓറിയന്റേഷൻ. അപ്പൊ ഇവിടെ എംപ്ലോയി ഓറിയന്റേഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആണ്. അടുത്തത് സപ്പോർട്ടീവില് ലീഡർഷിപ്പ് ആണ്. നമ്മൾ പറഞ്ഞു ലീഡർഷിപ്പിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അവിടെ സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ മാനേജറിയൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് സപ്പോർട്ടാണ്, എംപ്ലോയീസ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ജോബാണ്. സോ അടുത്ത നോക്കി കൊളീഗൽ മോഡലാണ്. കൊളീഗൽ മോഡൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പാണ്. അതുപോലെ മാനേജറിയൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ടീം വർക്കാണ്. ഒരു ടീമായിട്ട് മാനേജറും എംപ്ലോയീസും അല്ലെ സബോർഡിനേറ്റ്സും വർക്ക് ചെയ്യുന്നു.
ഇവിടെ എംപ്ലോയീസിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി, എംപ്ലോയീസ് ഉത്തരവാദിത്തം എടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇവിടെ എംപ്ലോയിയുടെ സൈക്കോളജിക്കൽ റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ് ഓട്ടോക്രാറ്റിക്കില്? ഡിപ്പെൻഡൻസ് ഓൺ ബോസ്, അതായത് ബോസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവിടെ കസ്റ്റോഡിയൽ നമ്മൾ പറഞ്ഞു ബോസിന് പകരം ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എംപ്ലോയി ഡിപ്പെൻഡ്സ് ഓൺ ഓർഗനൈസേഷൻ. അവിടെ മൂന്നാമത്തെ സപ്പോർട്ടീവ് മോഡലിലെ പാർട്ടിസിപ്പേഷൻ ആണ് എംപ്ലോയിയുടെ ഒരു സൈക്കോളജിക്കൽ റിസൾട്ട്, പങ്കാളിത്തം. എന്നാൽ കൊളീഗലിലോ സെൽഫ് ഡിസിപ്ലിൻ. സോ ഇതാണ് എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് വരുന്നത്. ഇനി എംപ്ലോയീസ് നീഡ്സ് മെറ്റ്, അവരുടെ ഏത് നീഡൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഇവിടെ ആദ്യത്തേത് ഓട്ടോക്രാറ്റിക്കില് സബ്സിസ്റ്റൻസ് ആണ്. എന്നാൽ കസ്റ്റോഡിയൽ മോഡലിൽ ഇവിടെ മെയിൻ്റെനൻസ്, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മെയിൻ്റെനൻസ് നീഡാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എന്നാൽ സപ്പോർട്ടീവ് മോഡലിൽ ഹയർ ഓർഡർ നീഡ്സ് ആണ്, മോട്ടിവേറ്റഡ് ആവുന്നു, അതുപോലെ തന്നെ കാര്യങ്ങൾ ലീഡർഷിപ്പ് ഉണ്ടാവുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ജോബ് ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഹയർ ഓർഡർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ കൊളീഗൽ മോഡലിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇപ്പോൾ കൊളീഗൽ മോഡലിൽ ഇവിടെ ഏത് നീഡാണ് എംപ്ലോയിയുടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ സ്വയം യാഥാർത്ഥ്യമാക്കൽ എന്നുള്ള ഒരു സ്ഥിതി ആണ്. അവർ സ്വയം അറിയുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ കൊളീഗൽ മോഡലിലെ ടീം വർക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് മോഡൽ എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പ് ആണ്. ദെൻ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ടീം വർക്ക് ആണ്. എംപ്ലോയീസ് ഓറിയന്റേഷൻ റെസ്പോൺസിബിലിറ്റി, സൈക്കോളജിക്കൽ റിസൾട്ട് എംപ്ലോയീസിൻ്റെത് സെൽഫ് ഡിസിപ്ലിൻ, എംപ്ലോയീസിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇനി അതിന്റെ എല്ലാ മോഡലുകളുടെയും പെർഫോമൻസ് റിസൾട്ട് നമ്മൾ നോക്കുകയാണ്. ഓട്ടോക്രാറ്റിക്കിന്റെ പെർഫോമൻസ് റിസൾട്ട് വളരെ മോശമാണ്, മിനിമം ആയിരിക്കും. എന്നാൽ കസ്റ്റോഡിയലിൽ പാസീവ് കോപ്പറേഷൻ ഉണ്ട്. എംപ്ലോയീസ് ഓർഗനൈസേഷനുമായിട്ട് നല്ല കോപ്പറേഷനാണ്, സഹകരണമാണ്. പക്ഷെ ഇവിടെ മോട്ടിവേറ്റഡ് ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കസ്റ്റോഡിയലിൽ കണ്ടത്. എന്നാൽ ഇവിടെ സപ്പോർട്ടീവില് എവേക്കൻഡ് ഡ്രൈവ്, ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നു, അവരതുകൊണ്ട് കുറച്ചുകൂടെ ഉണർവ് കിട്ടുകയാണ്. ഇപ്പം വർക്ക് ചെയ്യാനും ഒക്കെ അവർ നന്നായിട്ട് ട്രൈ ചെയ്യുന്നു. അതായത് ഇവിടെ സപ്പോർട്ടീവ് മോഡലാണ്, ലീഡർഷിപ്പ് ആണ് മോഡൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഹയർ ഓർഡർ ഉണ്ട്, അവേക്കൻഡ് ഡ്രൈവ് ആണ് ഇവിടെ പെർഫോമൻസ് റിസൾട്ടിൽ വരുന്നത്. എന്നാൽ കൊളീഗൽ മോഡലിലെ പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുന്നത് മോഡറേറ്റ് എന്തൂസിയാസമാണ്. അപ്പോൾ ഇവിടെ എംപ്ലോയീസ് വളരെ ഉണർവോടുകൂടി, എന്തൂസിയാസത്തോടുകൂടി, ആവേശത്തോടുകൂടി ജോലി ചെയ്യുന്നു. അതായത് റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് കൊളീഗൽ മോഡലിന്റെ പെർഫോമൻസ് റിസൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറെന്റ് മോഡൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഓട്ടോക്രാറ്റിക്, കസ്റ്റോഡിയൽ, സപ്പോർട്ടീവ് ആൻഡ് കൊളീഗൽ മോഡൽ. ഓക്കെ, താങ്ക് യു.